ധാത്രിക ഭാഗം 13. മുറ്റത്തുകൂടി നടക്കുകയായിരുന്നു ടോണി. മാഷെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, മായ പറഞ്ഞു. ടോണി അവളെ നോക്കി. ഇരുവരുടെയും മുഖത്ത് ശോകം. ടോണി അകത്തേക്ക് നടന്നു. മായ ഭക്ഷണം വിളമ്പി. മീൻ വല്ലതും കഴിച്ച മായേ? ഇല്ല, എനിക്ക് വയ്യ അവളുടെ കരച്ചിൽ കാണാൻ. അതും പറഞ്ഞ് മായ കരഞ്ഞു. മായേ, നീ ഇങ്ങനെ തുടങ്ങിയാലോ? മീന ആകെ തളർന്നിരിക്കുന്ന സമയമാണ്. അവൾക്ക് ധൈര്യം കൊടുക്കേണ്ട നീയല്ലേ? നീ വാ, നമുക്ക് അവളെ ചെന്ന് വിളിക്കാം. ഇരുവരും മീനുവിൻ്റെ മുറിയിലേക്ക് നടന്നു. ഇരുവരും വാതിൽ തുറന്ന് അകത്തേക്ക് നടന്നു. അവിടെ എങ്ങും അവളെ കാണാഞ്ഞ് അവർ ഒന്ന് പരിഭ്രമിച്ചു. ചുവരിൻ്റെ മൂലയിൽ നിലത്തിരുന്ന് കാൽമുട്ടിലും തലയൂന്നി കരയുന്ന മീനുവിനെ കണ്ടു. മോളെ മീനു. അവൾ മുഖമുയർത്തി നോക്കി. ഇരുവരും അവളുടെ അരികിലേക്ക് ചെന്നു. എന്താ മോളെ ഇത്? നീ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താ കാര്യം? വാ, വന്ന് ഭക്ഷണം കഴിക്കുക. ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ, നല്ല ക്ഷീണമുണ്ട്, ടോണി പറഞ്ഞു. എനിക്കൊന്നും വേണ്ട മാഷെ. എൻ്റെ അപ്പൂട്ടിന് എന്താ പറ്റിയതെന്നറിയാതെ ഒരു വറ്റ എൻ്റെ തൊണ്ടയിൽ നിന്ന് എനിക്ക് ഇറങ്ങില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. മീനു മോളെ, നീ ഇങ്ങനെ കരയുകയാണെങ്കിൽ അവൾ മേടിയെടുത്ത ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അത് മോള് ചിന്തിക്കുന്നുണ്ടോ? ഈ സമയത്ത് തളർന്നിരിക്കുകയല്ല, പകരം ധൈര്യത്തോടെ എല്ലാത്തിനെയും നേരിടുകയാണ് വേണ്ടത്. മീന് കരച്ചു നിർത്തി അയാളെ നോക്കി. മോളെ, നിനക്കറിയുമോ ഞാൻ മായയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനുള്ള കാരണം എന്താണെന്ന്? ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാനുള്ള അവളുടെ കഴിവിനെയാണ്. ആ മനഃശക്തി തന്നെയാണ് നിനക്കും ഉള്ളത്. അഥർവൻ്റെ ഏറ്റവും വലിയ ധൈര്യം നീയാ. എവിടെ പോയാലും നിനക്ക് വേണ്ടി അവൻ തിരികെ വരും. നിന്നെ പിരിയാൻ അവന് കഴിയില്ല മീനു. മീനൊന്നും വല്ലാതായി. കരയരുത്, തളരരുത്. എല്ലാവർക്കും നീ വേണം ധൈര്യം നൽകാൻ. അപ്പം മടങ്ങി വരും, അങ്ങനെ തന്നെ വിശ്വസിക്കേ. അവളുടെ മുഖത്ത് പ്രതീക്ഷയുടെ ഒരു തെളിച്ചം മിന്നി. മാഷെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം നീ വന്ന് വല്ലത് കഴിക്കും. നാളെ നേരം വെളുക്കട്ടെ, അന്വേഷിക്കാം നമുക്ക്, ടോണി പറഞ്ഞു. അവൾ കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റു. അവർക്കൊപ്പം ചെന്നിരുന്ന് ഇത്തിരി കഴിച്ചെന്ന് വരുത്തി അവൾ തിരികെ മുറിയിലെത്തി. മേശമേൽ വെച്ച ഡയറി തുറന്ന് അതിൽ നിന്ന് അഥർവൻ്റെ ചിരിക്കുന്ന ഒരു ഫോട്ടോ അവൾ എടുത്തു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പേട്ടാ, ഇടർന്ന സ്വരത്തോടെ അവൾ വിളിച്ചു. എന്താ എൻ്റെ അപ്പേട്ടിന് പറ്റിയത്? എവിടേക്കാണ് പോയത്? ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയില്ല അപ്പേട്ടിന്. അവൾ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കട്ടിലിൽ ചെന്നിരുന്നു. എപ്പോഴോ അവൾ മയങ്ങിപ്പോയി. നീലസാഗരത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ട ദ്വീപ്. 15-20 കിലോമീറ്റർ മാത്രം നീളമുള്ള ദ്വീപ്. ചെറു ചെറു വൃക്ഷങ്ങളും പുൽച്ചെടികളും മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും പറന്നെത്തുന്ന കടൽപ്പക്ഷികളല്ലാതെ വേറെ ജീവജാലങ്ങളൊന്നും തന്നെയില്ല. കാട്ടുപഴങ്ങളുടെ ചില ചെടികളും അവിടെയുണ്ട്. എല്ലാം കൊണ്ടും ആ ദ്വീപിന് അധികം കാലപ്പഴക്കമില്ല. മുഴുവനും പൂഴിയാണ്. മരത്തടികൾ കൊണ്ടും മുളകൾ കൊണ്ടും മറ്റുമായി തീവ്രവാദികൾ ഒരുക്കിയ ഒരു താവളമുണ്ട് അവിടെ. ഒരു ഭാഗം മുഴുവനും കൂറ്റൻ പാറക്കെട്ടുകളാണ്. അതിന് മുകളിൽ കയറി നിന്ന് ചുറ്റുപാടും വിശദമായി തന്നെ നിരീക്ഷിക്കാം. ആ പാറക്കെട്ടിനിടയിലാണ് അവർ തങ്ങളുടെ ബോട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ചങ്ങാടവും എയർബോട്ടുമായി വേറെയും 2 കുഞ്ഞു ബോട്ടുകളുണ്ട്. അവശ്യവസ്തുക്കൾ സംഘടിപ്പിക്കുന്നതിനും മറ്റുമായി വേഷം മാറി ആ ബോട്ടുകൾ വഴിയാണ് കരയിലേക്ക് പോകുന്നത്. പാറപ്പുറത്ത് കയറി നിന്ന് ആരെങ്കിലുമൊക്കെ കടൽ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ശത്രുക്കൾ ആരെങ്കിലും തങ്ങളുടെ ദ്വീപിലേക്ക് വരുന്നുണ്ടോ എന്ന്. രാത്രികാലങ്ങളിൽ പക്ഷേ നിരീക്ഷണമില്ല എന്നതാണ് സത്യം. തണുപ്പുള്ളതിനാൽ കമ്പിളി വസ്ത്രങ്ങളാണ് അവരുടെ വേഷം. തലപ്പാവും ആയുധങ്ങളും അവരാരാണെന്ന് വിളിച്ചോതുന്നു. മരത്തടി കൊണ്ടും മുളകൾ കൊണ്ടുമൊക്കെ നിർമ്മിച്ച ആ വീടിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അഥർവിനെ. തുറന്നിട്ട ജാലകത്തിലൂടെ സൂര്യരശ്മികൾ അകത്തേക്ക് ഇരച്ചു കയറി. അത് അവൻ്റെ കണ്ണിൽ പതിച്ചതും അഥർവൊന്നും ഞരങ്ങി. പതിയെ കണ്ണു തുറന്ന് അവൻ ചുറ്റും നോക്കി. താനിപ്പോഴും ആ ദ്വീപിൽ തന്നെയാണ്. അഥർവിനെ തൊണ്ട വരളുന്നത് പോലെ തോന്നി. അവൻ ചുറ്റും നോക്കി. അവിടെ എങ്ങും ആരുമില്ല. ആരുമില്ല ഇവിടെ, അവൻ വിളിച്ചു ചോദിച്ചതും തൊണ്ട വരണ്ട് ചുമയ്ക്കാൻ തുടങ്ങി. അപ്പോൾ സംഘത്തലവനും വേറെ 2 പേരും അവിടേക്ക് വന്നു. എന്താ? തലവൻ ചോദിച്ചു. എനിക്ക് കുറച്ച് വെള്ളം വേണം, അവൻ അവശതയോടെ പറഞ്ഞു. കൂടെ വന്ന 2 പേർ തലവനെ നോക്കി. സാലിയും. തലവൻ കൂടിയുള്ള ഒരുവനോട് കൊടുത്തോളാൻ പറഞ്ഞു. അയാൾ തല കുലുക്കി. എന്നിട്ട് ചെന്ന് ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് അവന് മുന്നിൽ വെച്ചു. കുടിച്ചോ, സംഘത്തലവൻ പറഞ്ഞു. അവൻ കൈയൊന്ന് വലിച്ചു. അത് പിന്നിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ അയാളെ നോക്കി. ഈ കെട്ടുന്നഴിക്കാമോ? അയാൾ പൊട്ടിച്ചിരിച്ചു. അതൊന്നും പറ്റില്ല, വേണമെങ്കിൽ നക്കി കുടിച്ചോ, നീ കണ്ടിട്ടില്ലേ മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നത്, തലവൻ പറഞ്ഞു. അതൊരു ദേഷ്യത്തോടെ അയാളെ നോക്കി. അമർ, നീ ഇവിടെ തന്നെ കാണണം, കേട്ടല്ലോ, കൂട്ടത്തിലെ 2ാമനോട് പറഞ്ഞ് തലവനും ഒപ്പമുണ്ടായവനും പോയി. അമർ ചെറിയൊരു ചെറുപ്പക്കാരനായി. പ്രായം 23 വരും.
അവൻ നിസ്സഹായതയോടെ അതർപ്പിനെ നോക്കി. പിന്നെ തിരിഞ്ഞു നടന്നു. അതർ മുഖം തിരിച്ച് അവിടെ തന്നെ ചാരിയിരുന്നു. നേരെ നീങ്ങിക്കൊണ്ടിരുന്നു. ദാഹം കാരണം അവന് ക്ഷീണം കൂടിക്കൂടി വന്നു. അവൻ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ഏന്തി വലിഞ്ഞ് വെള്ളം വെച്ച പാത്രത്തിനടുത്ത് വരെ മുഖം കൊണ്ടെത്തിച്ചു. നാവ് നീട്ടി വെള്ളം കുടിക്കാൻ തുടങ്ങി. അവന് ദേഷ്യവും സങ്കടവും വന്നു. കയ്യിലെ കെട്ട് വലിഞ്ഞു മുറുകി. കയ്യിലെ ചുവന്ന പാടുകൾ തെളിഞ്ഞു. വേദന കടിച്ചമർത്തി മുഖം നീട്ടി വെള്ളം കുടിക്കവേ പെട്ടെന്ന് ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ആ അവൻ നേരെയിരിക്കാൻ ശ്രമിച്ചതും അമർ വന്ന് അവനെ പിടിച്ച് നേരെയിരുത്തി. അവൻ്റെ കയ്യിലൊരു ബോട്ടിലുണ്ടായിരുന്നു. കയ്യിൽ കെട്ടയച്ചു തരാനുള്ള അധികാരം എടുക്കില്ല. ഇതാ കുടിച്ചോളൂ. അവൻ കുപ്പി അവന് നേരെ നീട്ടി. അതർ അവനെ നോക്കി. ഭയക്കണ്ട, ഞാനൊരിക്കലും ശത്രുവല്ല. അവനൊന്ന് സംശയിച്ചു. അവൻ ജലം അല്പാൽപമായി അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അവനത് ആവോളം കുടിച്ചു. അല്പം ആശ്വാസമായതും അതർ ചുവരിൽ ചാരിയിരുന്നു. അമറെന്നല്ലേ നിന്റെ പേര്? അതെ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. എൻ്റെ ജോലി നിങ്ങളെ നോക്കുകയാണ്. അവൻ ചിരിച്ചു. മറ്റുള്ളവരെല്ലാം എന്നെ പുച്ഛത്തോടെയും ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. പക്ഷേ നിന്റെ കണ്ണിൽ മാത്രം എന്നോട് അനുകമ്പയാണ് ഞാൻ കണ്ടത്. എന്താ അത്? നിനക്ക് ഞാൻ ശത്രുവല്ലേ? അമർ ഒന്നും പറയാതെ മുഖം കുനിച്ചിരുന്നു. എവിടെയാണ് നിന്റെ നാട്? കാസർഗോഡ്. അത് ശരി, ഇന്ത്യക്കാരനാണ്. എന്നിട്ട് സ്വന്തം നാടിനും നാട്ടുകാർക്കും ദ്രോഹം ചെയ്യുന്നവർക്കൊപ്പം കൂട്ടുനിൽക്കാൻ നാണമില്ലേ? നിനക്ക് സാധിക്കുന്നുണ്ടല്ലോ. കഷ്ടം തന്നെ. നിനക്കുണ്ടാവില്ലേ കുടുംബക്കാരും കൂടപ്പിറപ്പുകളൊക്കെ? ഇവർ ചെയ്യുന്ന ആക്രമണത്തിൽ അവരും ആക്കേണ്ടി വന്നാലോ? അവൻ ഞെട്ടലോടെ അവനെ നോക്കി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അവൻ്റെ കണ്ണുകൾ കലങ്ങി. സ്വന്തക്കാരെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളി. നിങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്കും ഉണ്ട് സ്വന്തക്കാരും കൂടപ്പിറപ്പുകളും. അവരെ നഷ്ടപ്പെട്ടപ്പോൾ ആ പാവങ്ങളുടെ നിലവിളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചങ്ക് തകർന്നു പോകും. ഇതൊക്കെ മനസാക്ഷിയുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അമർ നീങ്ങി. സാറ് വിചാരിക്കുന്ന പോലെ ഞാൻ തീവ്രവാദിയൊന്നുമല്ല, ഇവരുടെ ആളും അല്ല, അവൻ പറഞ്ഞു. ആദർവൊന്ന് അയഞ്ഞ് ആകാംക്ഷയോടെ അവനെ നോക്കി. ഉമ്മച്ചി 2 പെങ്ങന്മാരും എനിക്ക്. ഷീറ്റ് മറിച്ച ഒരു കൊച്ചു പുരയില്ല താമസം. ഒരു നേരത്തെ അന്നത്തിന് തന്നെ ഭാഗ്യമില്ലാത്ത വന്നപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അളിഞ്ഞു. അപ്പോൾ പരിചയത്തിലുള്ള ഒരാളാ കപ്പലിൽ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോന്നത്. നന്ദ് ഈ കൂട്ടത്തിലാന്ന് പിന്നെ അറിഞ്ഞത്. രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ജീവനോടെ നാട് പിടിക്കുമെന്ന് ഒരുറപ്പുമില്ല. ചാവുമ്പ് അവരൊരു നോക്ക് കാണണമെന്നുണ്ട്. അതാ ഞാൻ. അതും പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. അത്രയൊന്നും വല്ലാതായി. സാറേ, എന്നെപ്പോലെ ആണും പെണ്ണായിട്ട് ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ട് അവസാനം ചതിക്കുഴിയിൽ വീണ് കരയുന്നവർ. ഇതൊരു ചുഴി പോലെ സാറേ. പെട്ടുപോയാൽ പിന്നെ ചാവുകയല്ലാതെ വേറെ വഴിയില്ല. കണ്ണു തുടച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അതർ വിഷമത്തോടെ അവനെ നോക്കി. മനോഹരമായ പട്ടുടുത്തതുപോലൊരു താഴ്വാരം, വിടർന്നു നിൽക്കുന്ന പൂക്കൾ, അതിൽ തേന്നുകരാനായി വരുന്ന ശലഭങ്ങളും വണ്ടുകളും അവളെ വട്ടമിട്ട് പറന്നു. പുഞ്ചിരിയോടെ അവൾ അത് നോക്കി. പെട്ടെന്നൊരു പക്ഷി വന്ന് അവളുടെ തോളിലിരുന്നു. അവൾ അമ്പരന്നു. അതിന് പിടിക്കാനായി കൈ ഉയർത്തിയതും അത് പറന്നുയർന്നു. അവൾ അതിശയത്തോടെ അത് നോക്കി നിന്നു. പിന്നെ ആ പക്ഷിയുടെ പിന്നാലെ ചെന്നു. അത് പറന്നു ഒരു നദിയുടെ തീരത്തെത്തി. അവൾ പെട്ടെന്ന് നിന്ന്. നദിക്കക്കരെ ഒരു ചെറുപ്പക്കാരൻ മുഖം താഴ്ത്തി നിൽക്കുന്നു. അവൾ സംശയത്തോടെ നോക്കിയതും അവൻ മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ വിളർന്നു. അപ്പോഴാ സന്തോഷത്തോടെ അവൾ വിളിച്ചു. അവൾ പിഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈകൾ നീട്ടി. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. സന്തോഷം കൊണ്ട് അവൾ മതിമറന്നു നിന്നു. മടിച്ചു നിൽക്കാതെ മാവീനു, അവൻ പറഞ്ഞതും അവൾ സന്തോഷത്തോടെ ഓടി. നദിയിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും പെട്ടെന്ന് മലമുകളിൽ നിന്ന് ഒരലർച്ച കിട്ടു. ഇരുവരും ഞെട്ടിത്തെറിച്ചു നോക്കി. കാഹളം മുഴക്കിക്കൊണ്ട് കൂറ്റൻ ജലധാര നദിയിലേക്ക് ഒഴുകി വന്നു. മീനു ഭയന്ന് പിന്നിലേക്ക് നടന്നു. ഈ സമയം മുഖം മറച്ച കണ്ടാൽ തീവ്രവാദികളെന്ന് തോന്നിക്കുന്ന 2 പേർ വന്ന് അപ്പുവിനെ പിടിച്ചു. അത് കണ്ട് മീനു ഞെട്ട്. എന്നെ വിട് മീനു, നീ വന്നെന്നെ രക്ഷിക്കും മീനു. അവരുടെ കയ്യിൽ നിന്ന് കുതിരാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ കാലുകൾ മുന്നോട്ട് വെച്ചു. നദിയിലെ ജലപ്രവാഹം കണ്ട് ഭയന്ന് പിന്നോട്ട് മാറി. നിസ്സഹായതയോടെ അവനെ നോക്കി കരഞ്ഞു. അപ്പോഴ ഞാൻ എങ്ങനെയാ ഈ നദി കടക്കുന്നത്? മീനു, എന്താ നീ പറയുന്നത്? നീന്തലിൽ മറ്റാരെക്കാളും പ്രാവീണ്യമുള്ളവളാ നീ. കുത്തിയൊലിച്ചൊഴുകുന്ന കണ്ണാടിപ്പുഴ നീന്തിക്കിടക്കാൻ കഴിവുള്ളവളാ നീ. ധീരയായിരുന്നു നീ. ആ ധൈര്യം അതെവിടെ പോയി മീനു? ഇവരിപ്പോൾ എന്നെ കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഒരിക്കലും കാണില്ല. വാ മീനു, വന്ന് രക്ഷിക്കുന്നേ. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. നേരം പോകുന്തോറും ജലപ്രവാഹം കൂടി വന്നു. നദിയുടെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു. മുന്നിലൊരു ആപത്തുണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാതെ പകച്ചു നിൽക്കുന്നത് തെറ്റാണ്. നീ നിസ്സഹായല്ല. ഒഴുകുന്ന ജലത്തെ അടുത്തറിഞ്ഞവളാ.
അടുത്തറിഞ്ഞവളാ നീ. ഉഗ്രകോപത്തോടെ താണ്ഡവമാടി വന്ന പുഴയെ തോൽപ്പിച്ചവൾ. നിനക്ക് മുമ്പിൽ അവൾ ശിരസ് കുനിക്കുകയാണ് ചെയ്തത്. നീ ഇപ്പോൾ ഒന്നും കഴിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. നിന്റെ പ്രാണനാണ് ഞാൻ എന്നാണല്ലോ നീ പറയാറ്. ആ പ്രാണനെ എടുക്കാൻ രണ്ടുപേർ നോക്കുന്നത് കണ്ടിട്ടും നിനക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലേ? അതിനർത്ഥം നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം അത് വെറും അഭിനയമായിരുന്നു. മീന ഞെട്ടലോടെ അവനെ നോക്കി. അപ്പോട്ട് അവൾ ദീനതയോട് വിളിച്ചു. ദീനതയോടുള്ള ഈ വിളിയല്ല ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹത്തോടെ, തൻ്റെ അടുത്തോടെ, ആത്മവിശ്വാസത്തോടെയുള്ള വിളി. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. മീനു, എന്നോടുള്ള പ്രണയം സത്യമായിരുന്നെങ്കിൽ വാ മീനു. ഈ പുഴ നിനക്ക് വെറും ഒരു കൊച്ചു കുഴി മാത്രമായിരിക്കും. വാ. അവൻ ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും അവർ അവനെ പിടിച്ചു വലിച്ച് നടന്നു. അത് കണ്ട് മീന ഞെട്ടിത്തെറിച്ചു. അവൻ കണ്ണിൽ നിന്നും മറിഞ്ഞതും അവൾ ഓടി. അപ്പോഴാ അവൾ അലറി വിളിച്ചു. മീനു ഉച്ചത്തിൽ അലറിക്കൊണ്ട് എഴുന്നേറ്റിരുന്ന് കിതച്ചു. കുറച്ചു സമയത്തേക്ക് അവൾക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. മോളെ മീനു. വാതിൽ ശക്തിയായി അടിച്ചുകൊണ്ട് മായ വിളിച്ചു. അത് കേട്ട് അവൾ ഞെട്ടി. പിന്നെ ഉമിനീരിറക്കി ചെന്ന് വാതിൽ തുറന്നു. മായ ടോണി പരിഭവത്തോടെ അകത്തേക്ക് കയറി. മീനു ആകെ വെറുതിരിക്കുന്നു. എന്താ മോളെ, എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി, ഞാനൊരു സ്വപ്നം കണ്ടതാ. നിന്നോട് തനിച്ച് കിടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീ വാ, ഞാൻ അവിടെ കിടക്കാം, മായ പറഞ്ഞു. ഇല്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി പോയിക്കോ, ഞാൻ കിടന്നോളാം. അവളെ തനിച്ച് കിടന്ന് ഇനി ഇതുപോലെ പേടിച്ചാലോ? മീനു വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കി. ഇല്ല മായേച്ചി, ഇനി ഞാൻ പേടിക്കില്ല. ആരെയും ഒന്നിനെയും ഞാൻ പേടിക്കില്ല. ചേച്ചി പോയിക്കോ. അത് പറഞ്ഞ് അവൾ കട്ടിലിൽ കയറി കിടന്ന് കണ്ണുകൾ അടച്ചു. മായ ആവലാതിയോടെ അവളെ നോക്കി. പിന്നെ തിരിഞ്ഞു നടന്നു. വാതിലടഞ്ഞതും മീനു എഴുന്നേറ്റിരുന്നു. അപ്പോഴെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അതാണ് താനിങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. ഭയമല്ല, ധൈര്യം തന്നെയാണ് വേണ്ടത്. പ്രതിസന്ധികൾ വരുമ്പോൾ അതിന് നേരെ മുഖം തിരിക്കുന്നതും ഭയത്തോടുന്നതും ഭീരുത്വമാണ്. എന്തും വരട്ടെ എന്ന് കരുതി ഇറങ്ങുക. മരിക്കാനാണ് വിധിയെങ്കിൽ മരിക്കുക. ജീവിച്ച് മുന്നേറാനാണ് വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെ. എങ്കിലും അവസാനം വരെ പൊരുതിക്കൊണ്ടിരിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകും. പൊരുതി പരാജയപ്പെട്ടവനും വിജയിച്ചവന് സമൻ തന്നെയാണ്. അവൻ്റെ നാട് ഓർക്കും, നാട്ടുകാർ ഓർക്കും. ഇനി കരയില്ല. ഈ കണ്ണീര് അത് അപ്പോഴിന് ഇഷ്ടമല്ല. തൻ്റെ കണ്ണിൽ നിന്ന് ഉതിരുന്ന ഓരോ നീർത്തുള്ളിയും ചെന്ന് പതിക്കുന്നത് ആ ഹൃദയത്തിലാകും. അത് ആ ഹൃദയത്തിൽ ചൊട്ടു പൊള്ളിക്കും. അത് വേണ്ട. താൻ കാരണം തൻ്റെ അപ്പോഴിന് വേദനിക്കരുത്. തൻ്റെ ജീവൻ കൊടുത്തും ആ ജീവൻ സംരക്ഷിക്കണം. എത്ര അകലത്ത് പോയാലും ശരി, ഈ മീന് വരും. ജീവിക്കാനാണേലും മരിക്കാനാണേലും ഒന്നിച്ചെന്ന് തീരുമാനിച്ചവരാണ് ഞങ്ങൾ. അതിന് മാറ്റമില്ല. ദൃഢനിശ്ചയത്തോടെ മീനു പറഞ്ഞു. മായ കണ്ണു തുറന്നു കൂട്ടുവായിട്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ടോണി നല്ല ഉറക്കത്തിലാണ്. മായ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. അകത്തളത്തിലെത്തിയപ്പോൾ നല്ല ചന്ദനത്തിരിയുടെ ഗന്ധം അവിടമാകെ നിറഞ്ഞിരുന്നു. മായ നമ്പരുന്നു. പൂജാമുറിയിൽ നിറഞ്ഞു കത്തുന്ന ദീപം. ഇതാരാ? മീനു എഴുന്നേറ്റോ? അവളൊന്ന് സംശയിച്ചു. പിന്നെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ മീനു രാവിലത്തെ ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരുന്നു. മായ അമ്പരപ്പോടെ അവളെ നോക്കി. എവിടെയോ പോകാനുള്ളതുപോലെ ധൃതി പിടിച്ചോടുന്ന ചെയ്യുകയാണ് അവൾ. ചേച്ചി എഴുന്നേറ്റോ? ഇത് ചായ. ഒരു കപ്പ് മാഷിനും കൊണ്ട് കൊടുത്തേക്കും. അവൾ കപ്പിൽ ചായ പകർന്നു. ചേച്ചി, ഉച്ചയ്ക്ക് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അലക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നമ്പുറത്ത് കൊണ്ടിട്ടേക്ക്, ഞാൻ അലക്കിക്കോളാം. ദോശ ചുടുന്നതിനിടയിൽ മീനു പറഞ്ഞു. മായ അവളുടെ അരികിലേക്ക് വന്നു. മോളെ നീ. മായ വിഷമത്തോടെ അവളെ നോക്കി. മീനു വേഗം മുഖം തിരിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചേച്ചി വേഗം കുളിച്ചു വന്ന്, ഞാൻ പുഴയിൽ പോയി തുണിയൊക്കെ അലക്കിയിട്ട് വരാം. അലക്കാൻ ഒത്തിരി ഉണ്ട്. അത് പറഞ്ഞ് അവൾ വരാന്തയിൽ കൂട്ടിയിട്ട തുണികൾ ബക്കറ്റിലെടുത്തിട്ടു. മായ അവളുടെ അരികിലേക്ക് വന്നു. മീനു, നീ അവിടെ വെച്ചിക്ക്. അതൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, മായ പറഞ്ഞു. വേണ്ട ചേച്ചി, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ഇല്ല എൻ്റെ തലയ്ക്ക് ഭ്രാന്തി പിടിക്കും. അവൾ ഏകിക്കൊണ്ട് തുണിയും എടുത്ത് മുറ്റത്തേക്ക് നടന്നു. മായ വിഷമത്തോടെ അവളെ നോക്കി നിന്നു. പുഴക്കരയിലേക്ക് നടക്കവേ കേട്ടു കടവിൽ നിന്നുള്ള സ്ത്രീകളുടെ സംസാരം. പാവം, എന്നാണ് നമ്മുടെ അപ്പോന് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം. ശാന്തമ്മ സങ്കടത്തോടെ പറഞ്ഞു. ആ തീവ്രവാദികളെങ്ങാനും അവനെ തട്ടിക്കൊണ്ടുപോയി കാണുമോ എന്നാ. അങ്ങനെയാണെങ്കിൽ അവനെ അവർ ജീവനോട് വിട്ടു നുറുക്കിയെന്നും വരും. ഓരോന്ന് കേൾക്കണമല്ലേ പത്രത്തിലും ടി വിയിലൊക്കെ, കാഞ്ചന പറഞ്ഞു. മീനു ആകെ തരിച്ചു നിന്നു. അവൾ തളർച്ചയോടെ മരത്തിൽ ചാരി നിന്നു. ഒന്നും മിണ്ടാതിരിക്കൂ. അപ്പൂന് അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് പെട്ടിട്ട്
പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നേവിക്കാരെ തന്നെ രക്ഷിച്ചോളാം. നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? കനക ദേഷ്യത്തോടെ പറഞ്ഞു. ഇതൊന്നല്ല, ആ മീനപ്പെണ്ണിനെ കാണാതായതിൻ്റെ സങ്കടത്തിൽ അവൻ എവിടേക്കെങ്കിലും പോയതാണോ എന്നാണ് എൻ്റെ സംശയം. കത്രീനാമ്മ പറഞ്ഞു. അതും ശരിയാ, പാവം മീനു എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാകും. ആമന വിഷമത്തോടെ പറഞ്ഞു. ശരിയാ, ഒന്നാമതേ അവളുടെ പേരും പറഞ്ഞ് വീട്ടുകാരായിട്ട് ഉടക്കിയിട്ടാണല്ലോ പോയത് തന്നെ. സുബൈദ പറഞ്ഞു. അല്ല, പറഞ്ഞതുപോലെ എന്താ മേലെടുത്ത അവസ്ഥ? സുബ പെട്ടെന്ന് ഓർത്തിതെന്ന പോലെ ചോദിച്ചു. എന്ത് പറയാൻ, മരിച്ച വീടിന് സമമാണ്. പാർവതി അമ്മയാണെങ്കിൽ കരഞ്ഞ ഒരു വാക്കിയായി. പ്രഭാകരേട്ടനാണെങ്കിൽ മിണ്ടാട്ടില്ലാതെ കഥകു അടച്ച് മുറിക്കകത്ത് വരെ ഇരിപ്പ. എല്ലാവരും ആകെ ഒരു പരുവത്തിലാണ്. പറഞ്ഞിട്ടെന്താ, ആണായിട്ടും പെണ്ണായിട്ടും ആ ഒന്നല്ലേ ഉള്ളൂ. ജാനകിയമ്മ നെടുവീർപ്പോട് പറഞ്ഞു. മീന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. പാവം പാർവതിയമ്മ ഒരുപാട് കരഞ്ഞു കാണും. ഏതായാലും മേലെടുത്തൊന്ന് പോകണം. ആരെതിർത്താലും പാർവതിയമ്മയെ കാണണം, അവൾ മനസ്സിലുറപ്പിച്ചു. ഒരു പാത്രത്തിൽ ഒരു കഷ്ണം റൊട്ടി വെച്ച് സാലിം അതിർവിന് മുന്നിലേക്ക് തള്ളിവിട്ടു. അതർ മുഖമുയർത്തി ദേഷ്യത്തോടെ അവനെ നോക്കി. എന്നാ കഴിച്ചോ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? നിന്റെ നേവി ക്യാമ്പിൽ കിട്ടുന്നത് പോലുള്ള ഭക്ഷണമൊന്നും ഇവിടെ കിട്ടില്ല, വേണ്ട തിന്ന്, സലീം പറഞ്ഞു. അപ്പോൾ സംഘത്തലവനും രണ്ടുപേരും അവിടേക്ക് വന്നു. കൂട്ടത്തിൽ അമറും ഉണ്ടായിരുന്നു. എന്താ സലീം? തലവൻ ചോദിച്ചു. ഇവന് ഭക്ഷണം വേണ്ടെന്ന്. തലവൻ പുച്ഛത്തോടെ അവനെ നോക്കി. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞങ്ങളിത് തരുന്നത്. ഉറക്കം കൊണ്ടുവരുന്ന മുട്ടനാടിനെ അറവുകാരൻ പട്ടിണിക്കിടാറില്ല. നിന്റെ വധശിക്ഷ നടപ്പാക്കും വരെ നീ ജീവിച്ചിരിക്കണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. കഴിക്ക്, നേതാവ് ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. അവൻ രൂക്ഷമായി അയാളെ നോക്കി. അറവുകാരനുള്ളിലും ഒരിറ്റം മനുഷ്യപ്പറ്റുണ്ടാകും. അവൻ അവൻ്റെ ജീവനോപാധിക്ക് വേണ്ടിയാണ് ആ പാതകം ചെയ്യുന്നത്. പക്ഷെ നീയോ എന്തിനു വേണ്ടിയാ സാധുക്കളായ ജനങ്ങളെ നീ നിന്റെ കൂട്ടാളികളെ കൊന്നൊടുക്കുന്നത്? അതുപോലെ എന്ത് നേട്ടമാണ് നീയൊക്കെ ഉണ്ടാക്കുന്നത്? അത് കേട്ടതും അയാൾ അലറിക്കൊണ്ട് അവൻ്റെ മുഖത്തെ ആഞ്ഞടിച്ച്. അമറൊന്ന് ഞെട്ടി. അതർവിൻ്റെ വായിൽ നിന്നും രക്തം വന്ന്. പക്ഷെ ഒരു ഭയവുമില്ലാതെ അവൻ പുച്ഛത്തോടെ അയാളെ നോക്കി. അലറി വിളിച്ചത് കൊണ്ടോ തല്ലി ചോര പൊതിച്ചത് കൊണ്ടോ നീ ഒരു ധീരനാവില്ല. ഒരുവനെ കൂട്ടാളികളുമായി ചേർന്ന് വളഞ്ഞു കെട്ടിയിട്ട് തല്ലുന്നവൻ ധീരനല്ല, ഭീരുവാണ്. അതർ പറഞ്ഞത് കേട്ട് അയാളുടെ രക്തം തെളിച്ച്. അടിക്കാൻ ഒങ്ങിയതും അമർ അയാളുടെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ചു. അലിസ, വേണ്ട, അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഭക്ഷണം ഞാൻ കഴിപ്പിച്ചോളാം, അവൻ പറഞ്ഞു. അയാൾ അവനെ ഒന്ന് നോക്കി. അവൻ വേഗം മുഖം കുനിച്ചു. ജാഫർ അലിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം വരെ ഇവൻ ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അവൻ മുഖമൊനിച്ച് നിന്ന് പറഞ്ഞു. അയാളൊന്ന് തണുത്തു. അഥർവിനെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി അയാൾ പുറത്തേക്ക് പോയി. ഒപ്പം മറ്റുള്ളവരും. അമീർ അഥർവിൻ്റെ അരികിലേക്ക് വന്നു. അയാൾ റൊട്ടി കയ്യിലെടുത്തു. ഞങ്ങളോടുള്ള ദേഷ്യം ആഹാരത്തോട് കാണിക്കരുത്. അന്നം ദൈവമാണെന്നല്ലേ പറയാറ്, അവനെ നിന്ദിക്കരുത്, അമീർ പറഞ്ഞു. ശരിയാ, അന്നം ദൈവമാണ്. പക്ഷെ അത് തരുന്നത് ചെറുത്താനാണെങ്കിലോ? അവളൊന്ന് പുഞ്ചിരിച്ച്. പട്ടിണി കിടന്ന് മരക്കാനാണോ നിങ്ങളുടെ തീരുമാനം? അത് വേണ്ട, ജീവൻ നിലനിർത്തണം നിങ്ങൾ. കാരണം രക്ഷപ്പെടാനൊരവസരം നിങ്ങളെ തേടിയെത്തിന്ന് വരാം. അതൊരു അമ്പരപ്പോടെ അവനെ നോക്കി. ഞാൻ രക്ഷപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ പുഞ്ചിരിച്ചു. അവനൊരു നെടുവീർപ്പോടെ അഥർവിനെ നോക്കി. എൻ്റെ ഉമ്മ പറയാറുണ്ടായിരുന്നു, നന്മ ചെയ്യുന്നവർ പടച്ചോന് സമനാണെന്ന്. അവരെ ഏത് അബദ്ധത്തിൽപ്പെട്ടാലും രക്ഷിക്കാൻ പടച്ചോൻ വരുന്നു. നമ്മളെ സ്നേഹിക്കാനും കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പടച്ചോന് നമ്മളെ രക്ഷിക്കാതിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരുടെ കണ്ണീര് കാണുമ്പോൾ അവൻ തന്നെ ആരുടെയെങ്കിലും രൂപത്തിൽ വരും. അങ്ങനെ ഒരാളെ നിങ്ങളെ തേടി വരുമെന്നോ എന്തോ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. അഥർവിൻ്റെ മുഖം വിടർന്നു. ഇന്നലെ കണ്ട സ്വപ്നം അവൻ ഓർത്തു. എന്തുകൊണ്ടോ അവൻ്റെ ഉള്ളം വല്ലാതെ തുടിച്ച്. നിങ്ങളിങ്ങനെ കഴിക്കാണ്ടിരിക്കണ്ട, അമീർ കയ്യിൽ കെട്ടടിച്ചു കൊടുത്തു. അവൻ ആശ്വാസത്തോടെ കൈയൊന്ന് നോക്കി. കയറ് വരിഞ്ഞു കിട്ടിയ പാടുകൾ. അമീർ റൊട്ടി പാത്രം അവൻ്റെ നേരെ നീട്ടി. ഇതാ കഴിക്ക്. അവനത് വാങ്ങി ഒരു കഷ്ണം റൊട്ടി പൊട്ടിച്ച് വായിലിട്ടു. ഇതേതാ സ്ഥലം? ഇന്ത്യയുടെ ഭാഗമാണ് ഇതെന്ന് തോന്നുന്നില്ല, അഥർവ് ചോദിച്ചു. അമരൊന്ന് പരിങ്ങി. ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് കുറേ അകലെ രൂപപ്പെട്ട ഒരു കൊച്ചു ദ്വീപാണിത്. ഇന്നേവരും ആരും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു ദ്വീപ്. അഥർവ് അത്ഭുതത്തോടെ അവനെ നോക്കി. ഈ ദ്വീപിൻ്റെ കുറച്ച് മാറി കടലിൽ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ചുഴികൾ രൂപപ്പെടാറുണ്ട്. അത് കടലിൻ്റെ മുകൾ പരപ്പ് മുതൽ മുകളിലേക്ക് നീളും. 10-60 വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി വന്ന എല്ലാ കപ്പലുകളും ആ ചുഴിയിൽപ്പെട്ട് തകരുകയാണ് ഉണ്ടായത്. അതോടുകൂടി സമുദ്രത്തിൻ്റെ ഈ ഭാഗത്തു കൂടിയുള്ള യാത്രകൾ പൂർണ്ണമായി നിരോധിച്ചു. അങ്ങനെ ഈ വഴി ആരും വരാതായി. ഇവിടെ ഇങ്ങനെ ഒരു ദ്വീപുണ്ടായ കാര്യം പോലും പുറംലോകത്തിന് അറിയില്ല.
ജാഫറിൻ്റെയും കൂട്ടരും ഒരു കപ്പൽക്കൊലയ്ക്ക് ശേഷം ഈ ദ്വീപ് കണ്ടെത്തുന്നതും ഇവർ താവളം പണിയുന്നതും. ജാഫർ പിടിക്കപ്പെട്ടതോടെ ഈ സ്ഥലത്തിൻ്റെ മേൽനോട്ടം ആലി സാബിനായി. അതിർവെല്ലാം മൂളിക്കിട്ടു. ആലി എന്നാണ് നിങ്ങളുടെ നേതാവിൻ്റെ പേര്? ഒരു ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ? അവർ ആകാംക്ഷയോടെ അവനെ നോക്കി. എന്താ? ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് നീ പറഞ്ഞു. നിനക്കുമില്ലേ രക്ഷപ്പെടാൻ ആഗ്രഹം? അവനൊന്ന് പരിങ്ങി. ചുഴിയിൽ പെട്ടുപോകുന്നത് സ്വാഭാവികം, പക്ഷേ അതൊരിക്കലും അവസാനമായി കാണരുത്. ദൈവം ഏതെങ്കിലും ഒരു രൂപമായി മാത്രമല്ല പ്രത്യക്ഷപ്പെടുക, അവസരമായി വരും. അങ്ങനെ നിന്റെ മുന്നിൽ അവസരം തെളിഞ്ഞാൽ ഭയക്കാതെ അവനൊപ്പം പോകണം. നീ മരിക്കേണ്ടവനല്ല, ജീവിക്കേണ്ടവനാണ്, മനുഷ്യനായി തന്നെ. അതും പറഞ്ഞ് ഒരു കഷ്ണം റൊട്ടി കൂടി വായിൽ വെച്ചു. അമർ എന്തോ ചിന്തിച്ച് അവിടെ തന്നെയിരുന്നു. അവൻ്റെ കഥകളിൽ അഥർവിൻ്റെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. തുടരും.